25-ാം തീയതിയാണ് നമസ്കാരം. 25-ാം തീയതിയാണ് നമ്മളുടെ തിങ്കളാഴ്ച രാവിലത്തെ പരിപാടി. അത് വളരെ ശാസ്ത്രീയമായി എല്ലാ ഹൃദയത്തിലും യുക്തിപൂർവം ബ്രഹ്മചൈതന്യത്തിനെ ആത്മാർത്ഥമായി നിങ്ങൾ ഉള്ളിൽ പ്രതിഷ്ഠിക്കാൻ എനിക്കൊരു അവസരമാണത്. അതുകൊണ്ട് എല്ലാവരും അതിനെ ആസ്വദിക്കണം. മാർച്ച് 25-ാം തീയതി രാവിലെ 8 മണി തിങ്കളാഴ്ച മീനം 11-ാം തീയതി എല്ലാവരും എത്തിപ്പെടണം. പക്ഷേ ഇത് കമ്മിറ്റി ഫുൾ സപ്പോർട്ട് ഉണ്ടെങ്കിലും റിസ്ക് എൻ്റെ തലയിലുള്ളത്. ഇത് ഒരു മാർക്കറ്റിംഗ് പരിപാടി അല്ല. പറയാൻ കാരണം നിങ്ങളെ ധ്യാനിച്ച് ആ ഈശ്വര ചൈതന്യത്തിനെ മനസ്സിലാക്കാനാണ്. ഈശ്വരനക്ക് ഒരു പ്രത്യേക അജണ്ട ഇല്ല. അവൻ നിർഗുണനാണ്. അവനക്ക് ഒരു അജണ്ടയും ഇല്ല. നിങ്ങൾ നന്നായാലും നിങ്ങൾ വിടക്കായാലും അദ്ദേഹത്തിന് ഒന്നും അറിയാൻ പോകുന്നില്ല. പക്ഷേ ഈ പ്രപഞ്ചം മുഴുവനും കോർത്തിണക്കിയ എന്തോ ഒരു ഒന്ന് ഉണ്ട്. എന്തോ ഒന്നല്ല. പറയാൻ കാരണം എൻ്റെ ഭാഷയ്ക്ക് പരിമിതികളുണ്ട്. പറയാൻ കാരണം ഞാൻ, അത്, ബ്രഹ്മം, തിരുമേനി, മാങ്കാവ് ഇതെല്ലാം സബ്ജക്റ്റീവ്സ് ആണ്. മനുഷ്യൻ ഭാഷ പ്രകാരം ഉണ്ടാക്കിയ ഒരു ആശയമാണ് ഈ മൊഴി എന്ന് പറയുന്നത്, ലാംഗ്വേജ്. അപ്പോൾ ലാംഗ്വേജ് ഉള്ളത് കൊണ്ട് ദൈവം ഒന്നാണ്, ദൈവം രണ്ടാണ്, ദൈവം വ്യാപനാണ്, വ്യാപിച്ചിരിക്കുകയാണ്. ദൈവത്തിന് പോലും അറിയില്ല ഞാൻ വ്യാപിച്ചിരിക്കുകയാണ്. പറയാൻ കാരണം അത് നിർഗുണമാണ്. അത് നിർഗുണമാണ്. ദൈവത്തിന് പോലും അറിയില്ല ഞാൻ വ്യാപിച്ചിരിക്കുകയാണ്. ദൈവത്തിന് പോലും അറിയില്ല ഞാൻ എല്ലാ അണുവിലും ഉണ്ടാണ്. ഞാൻ ഒരു പ്രാന്ത് പോലെ നിങ്ങൾക്ക് തോന്നും. പക്ഷേ അതിന് ഒരു അവസ്ഥ പറഞ്ഞുതരാം. ഒരു കറണ്ട് യാറ് തൊട്ടാലും സോക്കടിക്കും. കറണ്ട് പാവപുണ്യം അറിയില്ല. ഇതാണ് വിഷയം. പക്ഷെ നമ്മൾക്ക് മൊഴിയുണ്ട്, വ്യാപിച്ചിരിക്കുക, അത് ഏകം, അത് ബ്രഹ്മം, അത് തത്വം, അത് ഒന്ന്, ആനന്ദവിത്തിൽ നിന്ന് ഉണ്ടായതാണ്, അത് വിഘടിച്ച് നിൽക്കുകയാണ്, ചലനമാണ്. ഇതെല്ലാം നമ്മൾ അപ്ഡേറ്റ് ചെയ്യാണ്. അത് ചലിക്കുന്നതാണ്, അതിന് പോലും അറിയില്ല. അത് നടക്കുന്നതാണ്, അതിന് പോലും അറിയില്ല. ഈ ഭാഷ വന്നതുകൊണ്ടാണ് അത് ചലിക്കുന്നതാണ്, ഓടുന്നതാണ്, നിൽക്കുന്നതാണ്, സൃഷ്ടിക്കുന്നതാണ്. അങ്ങനെ ഒരു മൊഴിപരമായി നമ്മൾ ഒരു അപ്ഡേറ്റ് ചെയ്യുക. ഇത് കിഴക്കാണ്, ഇത് തെക്കാണ്, ഇത് വടക്കാണ്. ഇങ്ങനത്തെ ഒരു കൗണ്ടർ സൈക്കോളജി ചെയ്യാണ്. പക്ഷേ ഇങ്ങനെ ഒരു വിസ്മയം ഉണ്ട്. അത് ധ്യാനിച്ചാൽ നിങ്ങൾ കണ്ടെത്താൻ പറ്റും. ഇത് കണ്ടെത്തി കഴിഞ്ഞാൽ ഒരുപാട് ഗുണങ്ങൾ നിങ്ങൾക്ക് വരും. കുറേ സെറോട്ടോണിൻ പറഞ്ഞ ഹാർമോൺ നിങ്ങൾ ബ്രെയിൻ റിലീസ് ചെയ്യും. ഈ ഹാർമോൺ റിലീസ് ചെയ്താൽ നിങ്ങൾ ജീവിതത്തിൽ ഉപ്പ് തൊട്ട് കടുക് വരെ പ്രവർത്തിക്കുന്ന ഓരോ വിഷയത്തിലും ഇത് സപ്പോർട്ട് ചെയ്യും. അങ്ങനത്തെ ഒരു ഗുണം പരിണാമത്തിൽ നമ്മൾ മസ്തിഷ്കം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് യാരുടെ പിൻബലം ഇല്ലാതെ, ഒരു പൈസ ചെലവാക്കാതെ ഈ വാസിയോഗം പഠിച്ചു കഴിഞ്ഞാൽ സ്വന്തം നിലയ്ക്ക് നിങ്ങൾ മുന്നോട്ട് പോകാൻ പറ്റും. അതാണ് ഈ വാസിയോഗം. അതുകൊണ്ട് ഈ രുദ്രാക്ഷം എന്തിനാ തരുന്നത് എന്ന് പറഞ്ഞാൽ ഇത് ഒരു അപ്ഡേറ്റ്, ഒരു ആപ്പാണ് അത്. അതുകൊണ്ട് നിങ്ങൾ കയ്യിൽ വെക്കുമ്പോൾ നിങ്ങൾ ബ്രെയിൻ അപ്ഡേറ്റ് ഓടിക്കൊണ്ടേയിരിക്കും. നിങ്ങൾ നല്ല ജീവിതത്തിൽ എല്ലാ സുഖങ്ങളും അനുഭവിക്കുന്ന ഒരു വ്യക്തിയായി തീരും. നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് വൈറസ് വരാതെ കണ്ട് ജീവിക്കാൻ പറ്റും. അതാണ് ശുദ്ധ ശൈവ സന്മാർഗം. ആ ശുദ്ധ ശൈവ സന്മാർഗമാണ് മാർച്ച് 25-ാം തീയതി കോഴിക്കോട് മാങ്കാവ് ക്ഷേത്രത്തിൽ കേരളത്തിൽ വിപ്ലവത്തിന് സൃഷ്ടിക്കാൻ പോകുന്ന ഏക പരിപാടി. അതുകൊണ്ട് എല്ലാ മലയാളീസും നിർബന്ധമായിട്ട് വരണം. ഇത് അമൃത ടിവിയിലോ മറ്റു ടിവിയിലോ വിജയ് ടിവിയിലോ ഇത് എൻ്റെ രുദ്രാക്ഷമാണ്. ഇത് 22,000 രൂപ കൊടുത്ത് ഞാൻ വാങ്ങിച്ചതാണ്. അവസാനം ഓർത്തൊന്ന് പറയും, ഇത് ഇട്ട ശേഷം എൻ്റെ കച്ചവടം 12,000 കൂടി, 22,000 കൂടി. അതല്ല ഈ രുദ്രാക്ഷം. അതുകൊണ്ട് ആ പരിപാടി അല്ല ഇത്. അതുകൊണ്ട് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ 1 മണിക്കൂർ ജപം, 1 മണിക്കൂർ ക്ലാസ്, ഭക്ഷണം കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതുപോലെ ഇതിൻ്റെ പന്തലും അന്നദാനത്തിനും ക്ഷേത്രത്തിൽ, ഈ ക്ഷേത്രം എന്ന് പറയുന്നത് വരുമാനത്തിന് വേണ്ടി നടത്തണമല്ല. കേരളത്തിൽ ഇത്ര നവോത്ഥാനം സൃഷ്ടിക്കാൻ വേണ്ടി ഈ ക്ഷേത്ര കമ്മിറ്റി എനിക്ക് സഹായിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് വരുന്ന എന്തെങ്കിലും ദക്ഷിണ നിങ്ങൾക്ക് ഈ അന്നദാനത്തിലും പന്തലിനും നിങ്ങൾ കൊടുക്കാം. എല്ലാവരും എത്തിപ്പെടണം. അതുപോലെ വിദേശത്തുള്ളവർക്ക് അതുകൂടി പറയുകയാണ്, 22-ആണ് ഞങ്ങൾ ഡേറ്റ് വെച്ചിട്ടുള്ളത്. പക്ഷേ ഒരുപാട് വിദേശികളിൽ നിന്ന് മലയാളീസ് പ്രവാസികൾ വിളിക്കുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ ഫാമിലികളെ 25-ാം തീയതി രാവിലെ 7 മണിക്ക് നമ്മൾ എത്തിക്കാം. അപ്പോൾ രജിസ്റ്റർ ചെയ്യുമെന്ന് പറഞ്ഞാൽ ആയിക്കോട്ടെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് രജിസ്റ്റർ ചെയ്യാത്തവർ 25-ാം തീയതി രാവിലെ 7 മണി വരെ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം. വരുന്നവർക്ക് 9 മണിക്ക് വരരുത്. 9 മണി കൃത്യവാസിയോഗം തുടങ്ങും. 8 മണി ഉള്ളിൽ എല്ലാവരും എത്തിപ്പെടുക. ഒരുപാട് ഗുണങ്ങളും നേട്ടങ്ങളും ഈ പരിപാടി നിങ്ങൾക്ക് കിട്ടുമെന്ന കാര്യത്തിൽ സംശയമില്ല. എല്ലാ ഫേസ്ബുക്കുകളും വാട്സപ്പുകളും ട്വിറ്ററിലും നിങ്ങൾ ഈ അപ്ഡേറ്റിനെ എല്ലാ ഭാഗത്തും ഷെയർ ചെയ്യുക. നല്ല നമസ്കാരം.